ആദ്യമായിട്ട് ലിനക്സ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു മിനിമം 8 GB റാം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അതിൽ കുറവാകുമ്പോൾ ചിലപ്പോൾ സിസ്റ്റം സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യാണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ലിനക്സ്. അതിന് നമുക്ക് വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ്, പിന്നെ ഉബുണ്ടുയുടെ ഒരു ഇമേജും. വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ഒരുപാടുണ്ട്. ഇപ്പോൾ VMware വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, വെർച്വൽ ബോക്സ്, Hyper-V, ESXi, പിന്നെ പാരലൽസ്, അങ്ങനെ ഉണ്ട്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത് വെർച്വൽ ബോക്സ് ആണ്. അത് ഓപ്പൺ സോഴ്സ് ആണ്, പിന്നെ ഫ്രീയും ആണ്. സോ ആദ്യം നമുക്ക് വെർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്യണം. അതിന് നമ്മൾ ബ്രൗസറിൽ virtualbox.org എന്ന് പറഞ്ഞ സൈറ്റിൽ, അവരുടെ സൈറ്റിലേക്ക് ആദ്യം പോവുക. എന്നിട്ട് ഡൗൺലോഡ്സ് പറഞ്ഞ സൈഡിലുള്ള മെനുവിൽ അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ. പിന്നെ നമുക്കിവിടെ കുറേ ഓപ്ഷൻ കാണിക്കും, വിൻഡോസ് ഹോസ്റ്റ്, OS X എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതാ നമ്മുടെ പ്ലാറ്റ്ഫോം അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യണത്, അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തരും. സോ അത് നമ്മൾ സേവ് ചെയ്യാം. വെർച്വൽ ബോക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇത് ഇമേജാണ്, ഉബുണ്ടുവിൻ്റെ ഇമേജ്. അതിന് നമ്മൾ ubuntu.com സൈറ്റിൽ പോവുക. എന്നിട്ട് അതിൻ്റെ ടോപ്പ് മെനുവിൽ ഡൗൺലോഡ് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, ഒരു മെനു ഉണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് 20.04 LTS അത് നമ്മൾ സെലക്ട് ചെയ്യുക. LTS എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. എന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക, ഡൗൺലോഡ് ആയിക്കോളും. അല്ലെങ്കിൽ അവിടെ ഒരു ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം സോഫ്റ്റ്വെയർ ഒക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇവിടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ കാണാം, വെർച്വൽ ബോക്സും ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഉബുണ്ടുയുടെ ഇമേജും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എവിടെയാണ്, ഇത് ഡിഫോൾട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഡിഫോൾട്ടിൽ തന്നെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് എന്നിട്ട് യെസ് കൊടുക്കാം, ഇൻസ്റ്റാൾ. എന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റാൾ. ഓക്കെ, സോ നമ്മുടെ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഇനി ഓപ്പൺ ചെയ്യാം, ഫിനിഷ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെർച്വൽ ബോക്സിൻ്റെ ഇൻ്റർഫേസ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ നമ്മൾ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യും.